ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ ഓൺലൈനായിട്ട് മേടിച്ച 3 അഡീനിയം ചെടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 അഡീനിയം ചെടികളും എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ ഒരു വീഡിയോ, അൺബോക്സിങ് വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ 3 ചെടികളുടെയും അവസ്ഥ എന്താണെന്ന് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം അവർ ഏത് രീതിയിലിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം അഡീനിയം എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഡെസേർട്ട് റോസാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ അവരുടെ പല നിറത്തിലും മൾട്ടി പെറ്റലിലും കാണുന്ന ആ പൂക്കളാണ് നമ്മുടെ കണ്ണുകളെ അട്രാക്റ്റ് ചെയ്ത് നമ്മളെ അവരുടെ ഒരു ഫാനാക്കി മാറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ ആ കോഡക്സ് പല രീതിയിലും പല രൂപത്തിലും വലിപ്പത്തിലും ഒക്കെ വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഭംഗി കുറച്ചുകൂടെ ഇരട്ടിക്കും. അങ്ങനെയാണ് അഡീനിയംസ് ഇത്രയധികം ഫാൻസിനെ സൃഷ്ടിച്ചെടുത്തതെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അപ്പം ഞാനും അതിൻ്റെ ഒരു ഡൈ ഹാർഡ് ഫാനാണ് ഈ അഡീനിയം ചെടികളുടെ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഓൺലൈനായിട്ട് മേടിക്കാൻ ഒരു വിമുഖത കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന പ്ലാന്റ് എങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഉറപ്പുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് മേടിക്കാൻ ഇച്ചിരി പേടിയായിരുന്നു. പക്ഷേ ധൈര്യം സംഭരിച്ച് ഇവരോടുള്ള ആ ഇഷ്ടവും സ്നേഹവും എല്ലാം കാരണം ഫുൾ ധൈര്യവും സംഭരിച്ച് ഞാൻ കഴിഞ്ഞ മാസം ഒരു 3 പ്ലാന്റ്സിന് ഓർഡർ കൊടുത്തു. അത് ഞാൻ മേടിച്ചത് ഫ്ലവർ കാർട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ്. എനിക്ക് കിട്ടിയ 3 ചെടികളും നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയത്. ഒരെണ്ണം മാത്രം ചെറിയ ഒരു സൈസ് ചെറുതായിരുന്നു. 2 എണ്ണത്തിൽ എനിക്ക് പൂവുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ എനിക്ക് പൂവില്ലായിരുന്നു. പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റുമായിരുന്നു. അപ്പം അവരുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത്, ഇതിപ്പം ഞാൻ പറഞ്ഞു തന്നു, ഫ്ലവർ കാർട്ട് എന്ന് പറയുന്ന ഓൺലൈൻ നഴ്സറിയിൽ നിന്നാണ് ഞാൻ ഇവരെ ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സാന്റാ ക്രോസ് എന്ന് പറയുന്നത്, അവരുടെ കാറ്റലോഗിൽ സാന്റാ ക്രോസ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിരുന്നു. അത് കോഡ് നമ്പർ 13 ആണ്. അവരുടെ കാറ്റലോഗിൽ കോഡ് നമ്പർ 13 ആണ് കൊടുത്തിരിക്കുന്നത്, സാന്റാ ക്രോസ് എന്ന് പറയുന്ന വെറൈറ്റിക്ക്. അതുപോലെ തന്നെ ഇത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് സൺ കിങ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഓരോ ഓൺലൈൻ നഴ്സറീസും അവരുടേതായിട്ടുള്ള രീതിയിലാണ് ഇതിന് പൂക്കൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ചെടികൾക്ക് ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കോഡ് നമ്പർ 31 ആയിരുന്നു. കോഡ് നമ്പർ 31 ആയിരുന്നു. സൺ കിങ് എന്ന് പറയുന്ന വെറൈറ്റി ആണ്. അതുപോലെ തന്നെ അടുത്തതാണ്, മൂന്നാമത്തതാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ ഒരു ചെടി. ഇത് കണ്ടോ, ഇതാണ് ഗോൾഡൻ യെല്ലോ എന്നാണ് അവരുടെ കാറ്റലോഗിൽ കൊടുത്തിരിക്കുന്ന പേര്. അതുപോലെ തന്നെ ഇതിൻ്റെ കോഡ് നമ്പർ വരുന്നത് 29 ആണ്. കാറ്റലോഗിൽ കോഡ് നമ്പർ 29 ആയിരുന്നു ഈ പ്ലാന്റിൻ്റെ കോഡ് നമ്പർ വരുന്നത്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ പ്ലാന്റ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ അറിയാം. എനിക്ക് 3 പ്ലാന്റ്സ് കിട്ടിയതിൽ ഒറ്റ പൂ പോലും ഇല്ലാതെ എനിക്ക് കിട്ടിയത് ഈ ഒരു പ്ലാന്റ് ആയിരുന്നു. ബാക്കി 2 വെറൈറ്റീസിലും എനിക്ക് ചെറുതാണെങ്കിലും ഓരോ പൂക്കൾ ഉണ്ടായിരുന്നു. ആ പൂക്കൾ വാടിയ നിലയിലായിരുന്നു. ചെറിയ പൂമൊട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വിരിഞ്ഞ് കിട്ടിയില്ല. കാരണം ഈ കൊറിയർ ബോക്സിനകത്ത് ഇരുന്ന് ആ ഒരു ക്ഷീണത്തിൽ അവ വിരിഞ്ഞ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇതിന് ഒറ്റ പൂക്കൾ പോലും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ അന്നും പറഞ്ഞായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റ് ഇതായിരുന്നു. കാരണം ഇതുപോലെ എത്ര ബ്രാഞ്ചസ് ഉണ്ടെന്ന് നോക്കിയാൽ ആ ഇത്രയും ബ്രാഞ്ചസോട് കൂടി തന്നെയാണ് എനിക്ക് അന്നും ഈ പ്ലാന്റ് കിട്ടിയത്. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. ഒറ്റ മൊട്ടോ പൂവോ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ കൈ കിട്ടിയ ഈ പ്ലാന്റ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ട് 2 മാസം ആകുന്നു. അപ്പം ഞാൻ ഇതിനോടിടയ്ക്ക് ആകെ ചെയ്തിട്ടുള്ള വളമെന്ന് പറയുന്നത് 2 തവണ ഞാൻ NPKയുടെ 19 അതുപോലെ തന്നെ ഗ്രീൻ കെയറിൻ്റെ പൂക്കാനുള്ള വളവുമാണ് ഞാൻ 2 തവണ വെച്ച് ഈ രണ്ട് തവണ വെച്ചിട്ട് ഞാൻ ഈ 2 മാസത്തിനിടയ്ക്ക് ഈ 3 ചെടികൾ, അതുപോലെ എല്ലാ ചെടികൾക്കും ഞാൻ കൊടുത്തത്. അപ്പം ആ ഒരു വളപ്രയോഗത്തിൻ്റെ ഇത് ഉണ്ടായിരിക്കും. അപ്പം എനിക്കിത് വളരെ സന്തോഷം തരുന്നത്, ഇത് ഓരോ ശിഖരത്തേലും നിങ്ങൾ നോക്കിയാൽ കാണാം, ഓരോ ശിഖരത്തേലും ഇത് എനിക്ക് പൂമൊട്ടുകളുണ്ട്. നല്ല രീതിയിൽ പൂമൊട്ടുകൾ വന്നിട്ടുണ്ട്. ഇവയെല്ലാം വിരിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നല്ല ഭംഗിയായിരിക്കും എന്ന് തോന്നുന്നു. ഒരു യെല്ലോയും ഇത് കണ്ടാലറിയാം വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഒരു റെഡ്, ഓറഞ്ച് ഷെയ്ഡ് റെഡ്, അതുപോലെ തന്നെ യെല്ലോ, പിങ്ക് എല്ലാ കളറും കൂടെ കൂടി ഒരു ഇതാണ്. സിംഗിൾ പെറ്റലാണ്.
ഇത് രണ്ടും മൾട്ടി പെറ്റൽ വെറൈറ്റീസ് ആയിരുന്നു. പക്ഷേ ഇതൊരു സിംഗിൾ പെറ്റൽ വെറൈറ്റിയാണ്. പക്ഷേ ഞാനിത് അവരുടെ ഓൺലൈൻ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം അതിനകത്ത് തന്നെ അവർ നല്ല ബഞ്ചസ് ആയിട്ടാണ് ഈ പൂക്കൾ വന്നത്. അത് മാത്രമല്ല എനിക്കൊന്ന് നോക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന മൾട്ടി പെറ്റൽസ് ആയിരുന്നു, വെറൈറ്റീസ് ആയിരുന്നു കൂടുതലും. അതെല്ലാം തന്നെ കുറച്ചൊക്കെ പൂക്കൾ വിരിഞ്ഞിട്ട് ബാക്കിയുള്ള പൂക്കൾ ഒരു കൊലയിൽ തന്നെ കൊഴിഞ്ഞു പോകുന്നതായിട്ടൊക്കെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പക്ഷേ പലരും വീഡിയോസ് ചെയ്തപ്പോൾ പറയുന്നത് കേട്ടു, സിംഗിൾ പെറ്റൽ വെറൈറ്റീസിൽ കുറച്ചുകൂടെ കൂടുതൽ കുലകളായിട്ട് പൂക്കൾ വരികയും ചെയ്യും. ആ പൂക്കൾ ഒട്ടുമുക്കാലും നമുക്ക് കൊഴിഞ്ഞു പോകാതെ തന്നെ ആ മുട്ടുകളെല്ലാം തന്നെ വിരിഞ്ഞ് കിട്ടുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗി തോന്നി ഈ ഫ്ലവർ കണ്ടപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വെറൈറ്റി സിംഗിൾ പെറ്റൽ വെറൈറ്റി കോഡ് നമ്പർ 29 ഞാനിത് മേടിച്ചത്. അപ്പോൾ ഏറ്റവും അടീനയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കയ്യിൽ കരുതേണ്ട, അല്ലെങ്കിൽ കയ്യിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസറ്റായിട്ടൊരു വേണ്ടിയ ഒരു വെറൈറ്റിയാണിത്. നിങ്ങൾ എവിടെയായാലും ഇത് കാണുവാണെങ്കിൽ വാങ്ങിക്കാതെ വിടരുത്. കാരണം നിങ്ങൾക്ക് അതുപോലെ തന്നെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നല്ല വെയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് പൂക്കൾ തരികയും നല്ല ഒരു ചെടിയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു വെറൈറ്റിയാണിത്. ഇവരും ചെറിയ പ്ലാന്റ്സ് ആണ്. ഇതും പതുക്കെ പതുക്കെ പൂക്കൾ തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇനി ഇതിൽ പൂവും മൊട്ടുകളും വരുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അടീനിയം ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഈ ഒരു വെറൈറ്റി നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങളുടെ അടീനിയം കളക്ഷനിലേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്കൊരു അസറ്റായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.